മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സി ആർ അജയകുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിയമപാഠത്തിൽ നമ്മൾ IT ആക്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അശ്ലീലം കലർന്ന ഉള്ളടക്കം ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ വിധിക്കാവുന്ന കുറ്റകൃത്യമാണ്. കുറ്റവാളി ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് ആദ്യത്തെ തവണയാണെങ്കിൽ മേൽപ്പറഞ്ഞ ശിക്ഷയും തുടർന്നും പ്രസ്തുത കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും എന്ന നിലയിലേക്ക് ശിക്ഷയുടെ പരിധി വർദ്ധിപ്പിക്കാവുന്നതാണ്. വിമല പോലീസിനെ സമീപിക്കുന്നു. യാതൊരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ പോലീസ് വിമലയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വിമല വാദിയായിരിക്കുന്ന ഈ കേസിൽ വിമലയുടെ വിശദാംശങ്ങൾ പുറത്തുവിടില്ല എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് കേസന്വേഷണത്തിൽ മുന്നോട്ട് പോകുന്നത്. മാന്യനായ ചെറുപ്പക്കാരന് ബാക്കി 3 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞിട്ട് വിമലയെ കൊണ്ട് പോലീസ് അയാളെ വിളിപ്പിക്കുന്നു. ബാക്കി 3 ലക്ഷം രൂപ വാങ്ങിക്കാനായി സന്തോഷവാനായി വന്നു നിൽക്കുന്ന മാന്യനായ ചെറുപ്പക്കാരനെ പോലീസ് പൊക്കുന്നു. തുടർന്ന് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും അശ്ലീലം കലർന്ന ഉള്ളടക്കം ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന പേരുള്ള കുറ്റം ആരോപിച്ച് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി അദ്ദേഹത്തെ ജയിലിലേക്ക് വിടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ 3 വർഷമാണ്. ഒപ്പം 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്നതാണ്. IT നിയമപ്രകാരമുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുള്ള മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ന്യായമായി സംശയം തോന്നുന്ന പക്ഷം പ്രസ്തുത ഉദ്യോഗസ്ഥന് പൊതുസ്ഥലങ്ങളിൽ പ്രവേശിച്ച് കുറ്റവാളികൾക്കായി തിരച്ചിൽ നടത്തുന്നതിനും വാറണ്ടില്ലാതെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും പൊതു സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നുണ്ട് ഈ നിയമം. ഈ നിയമത്തിൻ്റെ 70-ാം വകുപ്പിൽ പറയുന്ന സുരക്ഷാ സംവിധാനങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്ന രീതിയിലുള്ള സൈബർ അതിക്രമങ്ങളും സൈബർ ഭീകരാക്രമണങ്ങളും നടത്തി സമൂഹത്തിൽ ജനങ്ങൾക്ക് മരണമോ മരണത്തിന് കാരണമായേക്കാവുന്ന തരത്തിലുള്ള മാരകമായ മുറിവുകളോ അടിയന്തര സർവീസുകൾ നശിപ്പിച്ച് ജനജീവിതം തന്നെ ദുസ്സഹമാക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ ചെയ്യുന്നവർക്ക് ജീവപര്യന്തം ശിക്ഷ ഉറപ്പാക്കുന്ന നിയമവും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നമ്മൾ വിവരവിനിമയ സാങ്കേതിക വിദ്യകളുടെ സുരക്ഷിതമായ ഉപയോഗത്തെക്കുറിച്ചാണ് ഇനി പറയുവാൻ പോകുന്നത്. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ, ഫോൺ ക്യാമറ, ചാറ്റിംഗ് ഇവയൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിവരവിനിമയ രംഗത്തുണ്ടായ ഈ കുതിച്ചുചാട്ടം ലോകത്തിനെ തന്നെ ഒരു ഗ്രാമമാക്കി മാറ്റിയിരിക്കുകയാണ്. ഭരണം, വിദ്യാഭ്യാസം, സാമ്പത്തിക രംഗം, ആരോഗ്യം തുടങ്ങിയ സമസ്ത മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ നമുക്കിന്ന് കാണാനാവും. ഈ നവസാങ്കേതിക വിദ്യകളും നമ്മുടെ ജീവിതങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ തെറ്റായി ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ടാണ് IT ആക്ട് 2000 ഇവിടെ പ്രസക്തമാകുന്നത്. മനുഷ്യബന്ധങ്ങളിൽ നവസാങ്കേതിക വിദ്യകൾ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഇവയുടെ തെറ്റായ ഉപയോഗം കൊണ്ട് സ്വകാര്യയിൽ കടന്നുകയറ്റം ഉണ്ടാവുകയും സുരക്ഷിതത്വം നഷ്ടമാവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാം. വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചോ അവയുടെ ലക്ഷ്യം വെച്ചോ നടത്തുന്ന കുറ്റകൃത്യങ്ങളെയാണ് നമ്മൾ സൈബർ കുറ്റകൃത്യങ്ങളെന്ന് കൃത്യമായും പറയുന്നത്. മുമ്പ് പറഞ്ഞ എല്ലാ ഉപകരണങ്ങളും സൈബർ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി വരാം. വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നവരിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമുണ്ട്. ഇവയുടെ സങ്കീർണതകൾ വ്യക്തമായി മനസ്സിലാക്കാത്ത ധാരാളം പേർ ഇവരിലുണ്ടാകും. അതുകൊണ്ട് തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് പെട്ടെന്ന് ഇരയാകുന്നത് കൂടുതലും സ്ത്രീകളും വൃദ്ധന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കും. സൈബർ ലോകത്ത് വ്യക്തിപരമായ വിവരങ്ങൾ എളുപ്പം ലഭ്യമാണ്. ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹിക ശൃംഖലകൾ വഴി ഇത്തരം വ്യക്തിപരമായ വിവരങ്ങളും ഫോട്ടോകളും ആർക്കും ലഭ്യമാകുന്നതാണ്. ഇത് സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള വളമായി മാറുകയും ചെയ്യുന്നു. 3 തരത്തിലാണ് സൈബർ കുറ്റകൃത്യങ്ങൾ പ്രധാനമായിട്ടുമുള്ളത്. 1 വ്യക്തികൾക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ, 2 സാമ്പത്തിക കുറ്റങ്ങൾ, ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡ്, വിവരമോഷണം തുടങ്ങിയ കാര്യങ്ങൾ, 3-മത്തത് ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള സൈബർ ഭീകരാക്രമണം, നിയമപരമല്ലാത്ത പ്രവർത്തികൾ തുടങ്ങിയ മറ്റൊരു വിഭാഗം. 3 തരത്തിലാണ് പൊതുവിൽ സൈബർ കുറ്റകൃത്യങ്ങൾ പ്രചരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട നിയമകാര്യങ്ങൾ എന്താണ്?
ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് മടങ്ങി വരാം.